വാൾപ്പയറ്റ് നടക്കുകയാണ്. വാൾപ്പയറ്റ് കമന്റ് ബോക്സിൽ അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ഉണ്ട്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യണം, മറക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ തൊട്ട് നമ്മുടെ ചാനൽ ഒരു ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കൂടാതെ ഈ അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊന്ന് അണഞ്ഞു. മെയിൻ സ്ട്രീം ചാനൽസ് പോലും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റീച്ച് ആവാൻ തീരെ സാധ്യതയില്ല. പിന്നെ കാണുന്ന നിങ്ങൾ ഒരു ഇച്ചിരിയൊക്കെ താല്പര്യം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഹൈപ്പൊക്കെ തന്നാൽ, കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആളുകളിലേക്ക് ഈ വാർത്ത ഒന്ന് എത്തും. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ശ്വേത ചേച്ചിയുടെ തനി സ്വരൂപം അറിയണ്ടേ നിങ്ങൾക്ക്? ചേച്ചി അടങ്ങിയിരിക്കാൻ വയ്യല്ലേ? ആരോ ചേച്ചി അടിച്ചിറക്കി വിട്ടതുപോലാണല്ലോ ചേച്ചിയുടെ ഇപ്പോഴത്തെ കാട്ടായൊക്കെ. ചാടി തുള്ളി ഇറങ്ങി ഓടി, എന്നിട്ടിപ്പോ തിരിച്ചതിനകത്തോട്ട് ഞൊഴഞ്ഞു കയറാൻ കിടന്ന് കാട്ടുന്ന പരിപാടികൾ. ചേച്ചി പുച്ഛമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, പുച്ഛം. ഒരാളിൽ നിന്ന് പോലും ഒരു ഇത്തിരി സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പുച്ഛം മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം നിങ്ങളായിട്ട് തന്നെ ചാടിത്തള്ളി എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. മറ്റേ പുറത്ത് ഡീലുണ്ടായിരുന്ന ആൾക്കാർ സീനാക്കി കാണും അല്ലേ? തിരിച്ച് കയറണി പോലെ, ഇല്ലെങ്കിൽ ഫണ്ടും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞോ? അതുകൊണ്ടാണോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞതായിരിക്കും, അൻസിബ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു നീതിക്ക് വേണ്ടി. കോടതി പറഞ്ഞു കേസെടുക്കണം, പക്ഷേ പോലീസുകാർക്ക് ഇപ്പോഴും കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ശ്വേത ചേച്ചിക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല, ലക്ഷ്മി ചേച്ചിക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല, ടിനി ടോമേറ്ററിനെതിരെ പിന്നെ പണ്ടേ കേസെടുക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ആദ്യം തൊട്ടേ പറയുന്നില്ല, ആ പെൺകുട്ടിക്ക് നിയമപരമായിട്ടുള്ള നീതിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് ആ പെൺകുട്ടിയോടെ തന്നെ കാണും. അതിനെ ഒരിക്കലും ഇല്ലാതെയാക്കാൻ ടിനി ടോമേട്ടായി എത്ര കഷ്ടപ്പെട്ടാലും, ശ്വേത ചേച്ചി കഷ്ടപ്പെട്ടാലും, ലക്ഷ്മി ചേച്ചി കഷ്ടപ്പെട്ടാലും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ലക്ഷ്മി ചേച്ചി ഒരു മൂലക്കങ്ങ് ഒതുങ്ങിയത്, കൂടുതലൊന്നും ഇപ്പം സംസാരിക്കാൻ വരാത്തത്. എന്ത് സംസാരിക്കാൻ വന്നാലും കയ്യിൽ നിന്ന് പോകുന്ന നാട്ടുകാരെടുത്ത് തൂക്കും. നമ്മൾ കണ്ടുകൊണ്ട് ഇരുന്നതാണ് അത് മൊത്തം. അപ്പം എന്താണെങ്കിലും അതൊക്കെ പോട്ടെ. മാലാ പാർവതി ചേച്ചി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറച്ച് മുമ്പ് ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ശ്വേത ചേച്ചി വന്ന് കമൻ്റ് ഇടുന്നു. എൻ്റെ പൊന്നു ശ്വേത ചേച്ചി, ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ ചേച്ചി? ഒരു ഇച്ചിരിയെങ്കിലും അതില്ലായോ? ബോംബെന്ന് വന്നത് കൊണ്ടാണോ അതൊക്കെ പോയോ? കഷ്ടം. മാലാ പാർവതി ചേച്ചി എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്വേത ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശ്രീമതി ശ്വേതാ മേനോൻ അമ്മ സംഘടനയെ രക്ഷിക്കുകയാണ്, രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, രക്ഷിച്ചിരിക്കും എന്ന അവകാശവാദമുള്ള കുറിപ്പ് വായിച്ചു. അതിൽ പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ള കുറ്റാരോപിതർ അമ്മയുടെ തലപ്പത്തേക്ക് വരാതിരിക്കാൻ അവർ ശക്തമായി പോരാടുകയാണ് എന്നാണ്. നല്ല കാര്യം തന്നെ. എന്നാൽ എൻ്റെ സംശയം മറ്റൊന്നാണ്. അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതും അതേസമയം അമ്മ സംഘടനയിലെ തലപ്പത്ത് വരാൻ ശ്രമിക്കുന്നതുമായ ആ കുറ്റാരോപിതർ ആരൊക്കെയാണ്? ശ്വേതാ മേനോൻജി അത് പറയണം. മനസ്സിലായോ? എന്തോ പറ്റി? പേര് പറയാൻ ബുദ്ധിമുട്ടാണോ ചേച്ചി? പേര് മറന്നു പോയോ? അമ്മിഷ ബാധിച്ചോ? എൻ്റെ അറിവിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർക്കെതിരായ ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പെട്ടവയല്ല. മാത്രമല്ല അവർ സംഘടനയുടെ തലപ്പത്തേക്ക് വരില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബോധമുള്ള ആരും അല്ലെങ്കിലും ആ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ ഇവിടെ ചേച്ചിക്ക് വന്നേ പറ്റത്തുള്ളെന്നും പറഞ്ഞ് കയറ് പൊട്ടിക്കുക. എന്താണോ എനിക്കറിയില്ല. ചേച്ചിക്ക് സഹായിച്ചേ പറ്റുള്ളൂ. ചേച്ചിക്ക് അതിനകത്തെ പാവപ്പെട്ട ഒരുപാട് അമ്മമാരുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. നല്ല തങ്കക്കുടം പോലത്തെ മനസ്സാ മാല ചേച്ചി. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. തങ്കക്കുടം മനസ്സാ. അതുകൊണ്ടല്ലേ ഇത്ര അങ്ങോട്ട് മുട്ടി നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും അമ്മയുടെ തലപ്പത്തേക്ക് കയ്യും കാലം പിടിച്ച് കയറി വരണം, ഒരുപാട് കാശ് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒഴുകണം, എന്നിട്ട് എല്ലാവരെയും വാരിക്കോരി സഹായിക്കണം. അയ്യോ, സഹായിക്കാൻ മുട്ടി നിൽക്കുന്ന ശ്വേതാജി, സമ്മതിക്കണം ശ്വേതാജി. എൻ്റെ അറിവിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന മാത്രമല്ല അവർ സംഘടനയുടെ തലപ്പത്തേക്ക് വരില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനറൽ ബോഡി നിയോഗിച്ച സമിതിയിലും അവർ അംഗങ്ങളല്ല.
അപ്പോൾ ശ്വേതാ മേനോൻ പരാമർശിക്കുന്നവർ ആരാണ്? അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ അത് പൊതുസമൂഹത്തോടും സംഘടനാ അംഗങ്ങളോടും വ്യക്തമായി വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അമ്മയുടെ പ്രസിഡന്റിനുണ്ട്. പേരുകൾ വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ അനാവശ്യ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. നാണം കെട്ട് അമ്മയുടെ പ്രസിഡന്റായി ഇപ്പൊ തുടരുന്ന അതും കൂടി ഒന്ന് ചേർത്താൽ വളരെ നല്ലതായിരിക്കും മാലാപാർവതി ചേച്ചി. നാണം കെട്ട് അമ്മയുടെ പ്രസിഡന്റായി തുടരുന്ന ശ്വേതാ മേനോൻജി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതാണ് കറക്റ്റ് കേട്ടോ, എന്നെ സംബന്ധിച്ച് അതാണ് കറക്റ്റ്. അപ്പൊ എന്തായാലും ഇതിന്റെ അടിയിൽ നമ്മുടെ പൊന്നമ്മ ബാബു ചേച്ചി വന്നൊരു കമന്റ് ഇട്ടു, മാലാപാർവതി അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വാക്ക് തിരുത്തണം, രാജിവെച്ച് പോയ അമ്മയുടെ പ്രസിഡന്റ് എന്ന് വേണം പറയാൻ. രാജിവെച്ചിട്ടില്ലല്ലോ, വലിയ വീരവാദം മുഴക്കിയതല്ലേ ഉള്ളൂ പൊന്നമ്മ ചേച്ചി. വലിയ വീരവാദം മുഴക്കിയതേ ഉള്ളൂ. മാധ്യമങ്ങളുടെ ഫ്രണ്ടിലും എല്ലാവരുടെയും ഫ്രണ്ടിൽ ഞാൻ രാജിവെച്ചു, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഞാൻ പോവാ, ഞാൻ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആ വാക്ക് എന്ന് പറയുന്നത് അത് അമ്മയിലെ താരസംഘടനയിലെ നിങ്ങളെപ്പോലുള്ള പൊന്നമ്മ ചേച്ചിയോടും മാലാപാർവതി ചേച്ചിയോടും ഒക്കെയാണ്, നിങ്ങളെപ്പോലുള്ള ആളുകളോട് മാത്രം പറഞ്ഞതല്ല, പൊതുജനങ്ങളുടെ മുമ്പിലാണ് അവർ പറഞ്ഞത്. ഞാനില്ല. അതിലും വലിയൊരു രാജിക്കത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയ ഡയലോഗ് അടിച്ചിറങ്ങിപ്പോയവര് ഒരു നാണോ മാനോ ഇല്ലാതെ തിരിച്ച് അതിനകത്തോട്ട് ഈ കുത്തി കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അമ്മയെ അങ്ങോട്ട് ഉദ്ധരിക്കാം, അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയിലെ പാവപ്പെട്ട അമ്മമാർക്ക് ഒരുപാട് സഹായം അങ്ങ് ചെയ്തേക്കാം എന്നുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ, എൻ്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്താണെങ്കിലും പൊന്നമ്മ ചേച്ചിക്ക് മാല ചേച്ചി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, ഞാൻ അവരുടെ പോസ്റ്റിന് നൽകിയ മറുപടി എന്ന നിലയ്ക്ക് എഴുതിയതാണ്, രാജിവെച്ചതാണ് എന്ന് ബോധ്യമുണ്ട്. അവർ എഴുതി തന്നു ചോദിച്ചു, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അവർ മെയിൽ ചെയ്തിട്ടില്ല, ബാക്കി ലക്ഷ്മിപ്രിയെ പോലുള്ള ആളുകൾ മെയിൽ ചെയ്തു, ഇവർ മെയിലൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാനത് വീണ്ടും ചോദിക്കുന്നത്. നാട്ടുകാരുടെ ഫ്രണ്ടിലാ പറഞ്ഞോ ഞാനിനി ഇല്ല എന്ന്, പിന്നെ ആ കിടന്ന് ഈ കുത്തിക്കയറാൻ നോക്കുന്ന എൻ്റെ ഒരു നാണോ ഇല്ല ചേച്ചി. സത്യമായിട്ടും ഞങ്ങൾക്കതാ, പൊതുജനത്തിനതാ മനസ്സിലാവുന്നത്. ഇനി എത്രയൊക്കെ വന്ന് കഥ പറയാൻ നോക്കിയാലും ശ്വേതാ മേനോൻജിയുടെ വില പോയതാ. അതിനി തിരിച്ചു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ കാശുണ്ടല്ലോ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരാളും കോടതി പറഞ്ഞാൽ പോലും കേസെടുക്കാൻ പറ്റത്തില്ല. അതാണ് പോലീസുകാരുടെ ഒരു റൂട്ട്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അൻസിബയുടെ കേസിലാണെങ്കിൽ ലക്ഷ്മിപ്രിയ ചെയ്തതിനൊക്കെ, അല്ലെങ്കിൽ ടിനി ടോം പറഞ്ഞതിനൊക്കെ സാക്ഷി മൊഴി വരെ കൊടുത്തു ഒരാൾ, എന്നിട്ട് പോലും കേച്ചെടുക്കാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരു അടിപൊളി പരിപാടിയാണ്. എന്താണെങ്കിലും ശ്വേതാ മേനോൻജി വന്നിട്ടിരിക്കുന്ന കമൻ്റാണ് ഇപ്പം ഈ മാലാ ചേച്ചി എഴുതിയിട്ടതിൻ്റെ അടിയിൽ വന്നിട്ടിരിക്കുന്ന ഒരു കമൻറ്റ്. കുറ്റാരോപിതർ ആരൊക്കെയാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ചേച്ചി സുപ്രീം കോടതി വരെ പോയതെന്നും ചേച്ചിക്കല്ലേ ഏറ്റവും നന്നായി അറിയൂ. അപ്പം മാലാപാർവതി ചേച്ചിക്ക് അറിയുള്ളൂ അല്ലേ? ചേച്ചിക്ക് അറിയത്തില്ല. ശ്വേത ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അറിയത്തില്ലെങ്കിൽ പിന്നെ വന്ന് മറ്റേ വലിയ കഥയൊക്കെ എഴുതിയിടേണ്ട കാര്യം എന്തായിരുന്നു? അല്ല, അറിയത്തില്ലെങ്കിൽ എന്തിനാ? മാലാപാർവതി ചേച്ചിക്ക് അറിയാമെങ്കിൽ ചേച്ചി എഴുതിയിട്ടെ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി തങ്കക്കൊടവേ വന്ന് എഴുതിയിട്ടത്? പറ, മിണ്ടാൻ വയ്യേ? എനിക്കറിയാവുന്ന പേരുകളൊക്കെയും ചേച്ചി ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓഹോ, മറ്റേ എഴുതിയിട്ട പേരുകളാണോ? ബാബുരാജ്, മറ്റേ ഇടവേള ബാബു, സിദ്ദിഖ്. അപ്പൊ അവര് പേരിലോട്ട് കയറാതിരിക്കാനാ ശ്വേതാ മേനോൻജി ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നേ അല്ലേ? അയ്യോ, അവരാരും വരരുത്, പവർ ഗ്രൂപ്പാണ് അവരൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഞാൻ കയറി കഴിഞ്ഞാൽ മറ്റേ അദാനിയുടെ അവിടെ നിന്നൊക്കെ കുറെ പൈസ എങ്കിൽ വരും, 20% എനിക്കും കൈയിട്ട് വരാം, ബാക്കി എല്ലാവർക്കും നന്മ ചെയ്ത് എനിക്ക് അങ്ങോട്ട് നടക്കാം. ആ മൂടാണോ ആ മൂടാണോ ശ്വേതാ മേനോൻജി? അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണേ. സംശയം. ചേച്ചിയാണല്ലോ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടിരിക്കുന്നത്. പിന്നെ എന്തോ ഒരു ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐ ഹോപ്പ് യു വോണ്ട് ഡിലീറ്റ് ദിസ് കമന്റ്. ഇല്ല, ചേച്ചി കമന്റ് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ചേച്ചി കമന്റ് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ചേച്ചി ശ്വേതാ മേനോൻ ജി, ചേച്ചി എന്നൊന്നും വിളിക്കാൻ പാടില്ല, ജി എന്ന് വിളിക്കണം. അപ്പൊ ശ്വേതാ മേനോൻ ജി, മാലാപാർവതി ചേച്ചി ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ചേച്ചി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി അതുകൊണ്ട് അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ ജി. എന്താണെങ്കിലും ഈ ഇട്ട കമന്റിന് മാലാപാർവതി ചേച്ചി റിപ്ലൈ സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്പോട്ടല്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സുപ്രീം കോടതിയിൽ പോയത് അതിനല്ല,
പരാതിയില്ലാത്ത ഒരു പെൺകുട്ടി കേസിൽ ഉൾപ്പെടാൻ ഇല്ല എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പേര് ഒഴിവാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കായി. കാരണം ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് FIR ഇട്ടത്. ശ്വേത പറയുന്നത് ആരെയാണ് എന്ന് ശ്വേത തന്നെ പറയണം. അത് പറ്റത്തില്ല ചേച്ചി. മാല പറഞ്ഞ ചേച്ചി നടക്കത്തില്ല. ശ്വേതാ മേനോൻ ജി പറയില്ല. കുറേയൊക്കെ പറഞ്ഞിട്ട് 8ന്റെ പണി കിട്ടിയിരിക്കുക. ഇനി കൂടുതലൊന്നും പറയാൻ വരത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിയിടത്തേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൊറിഞ്ഞു പോകാനായിട്ട്. മനസ്സിലായില്ലേ? അല്ലാതെ കൂടുതലൊന്നും പറയണമെങ്കിൽ ഇനി മേളിൽ നിന്ന് പുറകെ നിൽക്കുന്ന ചേട്ടന്മാർ പറഞ്ഞു കൊടുക്കണം. ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാണക്കേടാ, പണി പാളും. മൊത്തത്തിൽ പണി പാളിയിരിക്കുക അല്ലേ? ചേച്ചിക്ക് എതിരായിട്ട് മാല പറഞ്ഞ ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ പിടിപാടുണ്ട്, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓൾറെഡി പിടിപാട് ആ ഒരു പരിപാടി ഇങ്ങനെ ഓൺലൈൻ്റെയാണ് ഇപ്പം ഈ നടക്കുന്നത് മൊത്തവും. സാധാരണക്കാർക്ക് അത് മനസ്സിലാവും. വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പേരെ കാണാൻ സാധ്യതയുള്ളൂ, കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരട്ടെ, വെളുപ്പിക്കട്ടെ, വീണ്ടും കയറി ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇവർ വീണ്ടും ഭരിക്കാൻ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അമ്മ എന്ന താരസംഘടന ഇല്ലാതായിപ്പോ. അതുകൊണ്ടാണത് പറയാൻ പറ്റാത്തത്. ഇവർ ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഈ സംഘടനയിൽ ഇല്ല എന്നും പറഞ്ഞ് എല്ലാവരും രാജിവെക്കാൻ നിൽക്കണം. ജനറൽ ബോഡിയിലെ എല്ലാവരും ഇവരുണ്ടെങ്കിൽ ഞങ്ങളില്ല ഇതിനകത്ത്. ഇവർ ഭരിക്കാനാണെങ്കിൽ ഇവരുടെ ഭരണത്തിന് ഇരുന്ന് കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടോടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരെ വേണമെങ്കിൽ എടുത്ത് ദൂരെ കളയാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എത്ര പേര് കൂടെ നിൽക്കുന്നു അറിയത്തില്ല. മേളിൽ നിന്നുള്ള പിടിപാട്, വിളികൾ, പൈസ, കുറേ പേര് അവരുടെ അടുക്കിലോട്ട് ചാടാനൊക്കെ നല്ല സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് അങ്ങോട്ടിരുന്ന് വിശദീകരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു കമൻറ്റും കൂടെ ശ്വേതാ മേനോൻ ജിക്ക് സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിലായിട്ടല്ലാതെ ഒരു പോസ്റ്റായിട്ട് തന്നെ നമ്മുടെ മാലാ പാർവതി ചേച്ചി എഴുതിയിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചേക്കാമേ. ശ്വേതാ മേനോൻ, ഇതാണ് താങ്കളുടെ കമൻറ്റിന് മറുപടി. ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത് വസ്തുതകളല്ല, അസത്യങ്ങളാണ്. ഞാൻ ഹേമ കമ്മിറ്റി മുമ്പാകെ സംസാരിച്ചത് പരാതിക്കാരിയായിട്ടല്ല, വിഷയത്തെക്കുറിച്ചുള്ള അക്കാദമികവും ഘടനാപരവുമായവും മലയാളം കുറച്ച് പാടാകട്ടെ, ആർക്കും എന്നോടൊന്നും തോന്നല്ലേ, കുറച്ച് കടുകട്ടി സാധനങ്ങളൊക്കെയാണ്. ഘടനാപരമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. അന്നത്തെ നടപടിക്രമവും അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ആ കേസിൽ പരാമർശിക്കപ്പെട്ട യുവതി അത്തരമൊരു ക്രിമിനൽ നടപടി ആവശ്യമുണ്ടായിരുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ അവരുടെ പേര് ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ FIR റദ്ദാക്കാൻ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ആരെങ്കിലും സംരക്ഷിക്കാനല്ല, പരാതിക്കാരുടെ അവകാശം സംരക്ഷിക്കാനായാണ്. ഓക്കെ, പരാതിക്കാരുടെ സമ്മതമില്ലാതെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും അതനുസരിച്ച് നടപടി ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് ഞാൻ സുപ്രീം കോടതി വരെ പോയത് എന്ന പ്രചാരണം വസ്തുത വിരുദ്ധമാണ്. പിന്നെ ഹോപ്പ് യു വിൽ നോട്ട് ഡിലീറ്റ് ഇറ്റ് എന്ന് എഴുതിയല്ലോ. ഞാൻ അഭിപ്രായങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് അവ എനിക്ക് അസൗകര്യമുണ്ടാക്കുന്നത് കൊണ്ടല്ല. അസഭ്യവും അപകീർത്തികരവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കം മാത്രമാണ് നീക്കം ചെയ്യാറുള്ളത്. വസ്തുതർക്കങ്ങൾക്കും മാന്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എൻ്റെ പേജിൽ എപ്പോഴും ഇടമുണ്ട്. ഓക്കെ, ശ്വേതാ മേനോൻ ജി വിഷമിക്കണ്ട. നിങ്ങൾ എഴുതിയിട്ട കമൻ്റൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ, അവിടെ തന്നെ കിടപ്പുണ്ട്. ചേച്ചി ഒരുപാട് ശ്വേതാ മേനോൻ ജി സങ്കടപ്പെടണ്ട, അവിടെ കിടപ്പുണ്ട്. നാട്ടുകാരെല്ലാവരും കാണട്ടെ ചേച്ചിയുടെ ആ ഒരു വിഷമോ മാലാ പാർവതി ചേച്ചി ചോദിച്ച ചോദ്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ആൾക്കാർ വിട്ടു, ആൾക്കാർക്ക് മനസ്സിലായി, പിടികിട്ടിയോ? അത് ശ്വേതാ മേനോൻ ജി മനസ്സിലാക്കണം. ഇനി കൂടുതലൊന്നും കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ പേര് പോയി കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.